ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അങ്ങനത്തെ ഒരു കറിയാണ്. പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന, ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ പൂട്ടലിനെ എല്ലാവരുടെ വീട്ടിലും ആ കറിയായിരിക്കും. മോസ്റ്റ്ലി ആ കറിയായിരിക്കും. ആ കറി പറയാണ്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ആ കറിയിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് വരുത്തുന്നുണ്ട് ഞാൻ. അതാണ് ഞാനിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകട്ടെ. ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പും ചക്കക്കുരും കുക്കറിൽ രണ്ടടി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ: മുരിങ്ങക്ക, മാങ്ങ, തേങ്ങ, 2 ഉള്ളി ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാം. അത്രയും വേണ്ട കേട്ടോ. എന്നിട്ട് ആ കറി വെച്ച് കഴിഞ്ഞാൽ വേറൊരു സാധനം ഉണ്ടാക്കിയിട്ട് അതിലിടണം. അതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. അത് ലാസ്റ്റ് കാണാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ആദ്യം ഇടുക. മുരിങ്ങക്ക മുറിച്ച് കഴുകി വെച്ചതാണ്, ഒരു മാങ്ങ, പരിപ്പും ചക്കക്കുരും വെന്തതാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രം ഇട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ കൂട്ടെല്ലാം അരച്ച് ചേർക്കാം. ഇപ്പോൾ അത് വേവട്ടെ. അപ്പോൾ ആ കറി അവിടെ തിളക്കിണ്ട്. അപ്പോഴേക്കും ഈ തേങ്ങ അരയ്ക്കാം. ഇതിന് വേറെ ഒന്നും ചേർക്കില്ല ഞങ്ങൾ കേട്ടോ. 2 ഉള്ളിക്ക് ഭയങ്കര വലിയ ഉള്ളിയാണ്. ഇതിൽ ഞങ്ങൾ ആകെ ചേർക്കുക ഈ ഉള്ളിയും ഈ തേങ്ങയും മാത്രം കേട്ടോ. പച്ചമുളക്, ജീരക, വെളുത്തുള്ളി ഒന്നും ചേർക്കില്ല. അതൊക്കെ ചേർത്തുമ്പോൾ ലുഷ്യൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. ഇതൊരു നാടൻ കറിയുടെ ഒരു ടേസ്റ്റ്. നമ്മുടെ അമ്മ വയ്ക്കണ മാതിരി തന്നെ വയ്ക്കാം. വേവട്ടെ, വെന്തിട്ടില്ല. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ വെന്തുണ്ട് കേട്ടോ. എല്ലാം നല്ല വെന്തുണ്ട്. നമുക്ക് ഈ തേങ്ങ അരച്ചതിടാം. ഉള്ളിയും തേങ്ങയും കൂടി അരച്ചില്ലേ, കുറച്ച് വെള്ളം കഴുകി വയ്ക്കും. എല്ലാം കറക്റ്റാണ് വന്നിട്ടുണ്ട്. ഉപ്പ്, പുളി, എരിവ് എല്ലാം കറക്റ്റാണ്. ഒരു തള വന്നാൽ നമുക്കിത് താളിക്കാം കേട്ടോ. കടുക് പൊട്ടിക്കാം. നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കടുക് താളിക്കാം. കറിവേപ്പില, നമുക്ക് ക്ഷാമ നമ്മുടെ കറിവേപ്പിന്ന് പറിച്ചത്. മുളക് കറി, അപ്പോൾ കറിയുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇതിൽ ചെയ്യാൻ പോണത്, നമ്മൾ അരച്ചിട്ട് ഉഴുന്ന് വട ഉണ്ടാക്കില്ലേ, അതുമാതിരി അരച്ചിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ചെറിയ ചെറിയ ബോൾസ് മാതിരി ഇട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് കറിയിലിടുക. അതാണ് ഞാൻ പറഞ്ഞത്.
ഇതുവരെ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇതുമാതിരി ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ട് ഈ കറിയിലിട്ട് കഴിച്ച് നോക്കുക. ഞാൻ അരച്ചിട്ട് വരാം. നമ്മൾ ഈ ഉഴുന്ന് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കണം കേട്ടോ. തിരുമ്പി വെച്ചിട്ട് വേണം ഉഴുന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഒരു 10 മിനിറ്റ് വെച്ചിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാവും. അപ്പോൾ ഈ ഉള്ളിയുടെ നീരൊക്കെ ആ ഉഴുന്നിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ഉഴുന്നൊക്കെ നല്ല അരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കാം. കുറവുണ്ടെങ്കിൽ ഇടാം. കുരുമുളക് ഇട്ടു, കുറച്ചും കൂടി ഉപ്പിടാം. തീരെ കുറവാണ്. ഇപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്, നല്ല ടേസ്റ്റിന് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് ഈ മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ വരാട്ടോ. ഇപ്പോൾ ഇത് ചൂടാൻ നോക്കാട്ടോ നമുക്ക്. എണ്ണ അതിൽ കഴിഞ്ഞു. കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം കേട്ടോ. അതിൽ കഴിഞ്ഞു. ചൂടാവട്ടെ. എണ്ണ അവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. മീഡിയം ചൂട് മതി. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇടാം. നമ്മൾ കറിയിലിടാനുള്ളതല്ലേ, കുറച്ചങ്ങനെ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് ചായക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ ചെറിയ ഉള്ളിയിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റായത്. മൊരിയുമ്പോഴേ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇതുമാതിരി നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പുറം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ അതുണ്ടാക്കാൻ. ഇതങ്ങനെ കിള്ളിയിട്ടാൽ മതി. കുറച്ച് ഉഴുന്നരക്കുക. ഉള്ളി അരിയണതാണ് ഒരു വിഷമമുള്ളൂ, ബാക്കിയൊന്നും വിഷമമില്ല. ഇതിൽ നമ്മൾ വേറെ എന്താ പൊടി, അരിപ്പൊടിയോ അവിൽപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. റവയോ മൈദയോ ഒന്നും ചേർത്തിട്ടില്ല. പലരും പലതും ചേർക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക. ഇതിന് ഉള്ളിൽ ഇവിടെ ഇങ്ങനെ ചൂടിന് ഇരുന്നിട്ട് ഉള്ളൊക്കെ നല്ല വേണ്ടിട്ട് സൂപ്പറാണ് വരും. ഇഞ്ചിയും ഉള്ളിയും ഇതൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. വെയിലായി തന്നെ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ ടേസ്റ്റിന് തിന്നണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് തന്നെ ആവും. എനിക്കാണെങ്കിൽ മേടിക്കണതൊന്നും പിടിക്കില്ല. എണ്ണയൊക്കെ അവർ ഓയിലിൽ ഉണ്ടാക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാട്ടാണ്. അപ്പോൾ നമുക്ക് അധികം കുഴപ്പമില്ല എന്ന് പറയണ കിട്ടും. ഇതായിട്ട് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് കോരി മാറ്റാം. പെട്ടെന്ന് എടുക്കണം കേട്ടോ. അത് ചെറുതല്ലേ, കരിയാൻ ചാൻസ്. പക്ഷെ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഉണ്ടാക്കാനാണ് പ്രയാസം.
ഇവിടെ നിൽക്കേണ്ട കാര്യം. കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അത് സർജറി ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഉള്ളത്. എനിക്ക് ശ്വാസമുട്ടും ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അനുഭവിക്കണം. ഗുളിക കഴിക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി ചെയ്തു, ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ കുട്ടിവട എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. നമ്മളുണ്ടാക്കി കുട്ടിവട. ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ കുട്ടിവടയും നമ്മുടെ മുരിങ്ങക്ക മാങ്ങ ചക്കക്കുരു മുരിങ്ങക്ക ഇട്ടുണ്ടാക്കിയ കറി. ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വട എടുക്കുക, നമ്മൾ അതിൻ്റെ മേലെ ചാറൊഴിക്കുക, കഴിക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരിങ്ങനെയും കഴിക്കാം കേട്ടോ. ഇങ്ങനെ സൈഡ് ഡിഷായിട്ട് ചോറിന്. ഞാൻ ചോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കണ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ സാമ്പാർ വട എന്നാ എന്ത് വട എന്നെങ്കിലും പേര് പറയാം. നിങ്ങളൊരു പേരിടേണ്ടതിന്. ഇതാണ് വട. മുരിങ്ങക്ക കറി ഉണ്ടാക്കണം നിങ്ങൾ മുമ്പ് കണ്ടില്ലേ. ഇത് മാങ്ങ മുരിങ്ങക്കായും പരിപ്പും. നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ എടുത്തിടുക. ഞാൻ ഇപ്പോൾ ചോറിന് കഴിക്കുന്നത് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് എന്നിട്ട് ഇതിങ്ങനെ ഒഴിക്കുക. വെളുത്തുള്ളി ചമ്മന്തി മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. എന്താ മണം! മുരിങ്ങക്ക കറിയും നല്ല മണമാണ്, നമ്മുടെ വടയും നല്ല മണം. ചെറിയ ഉള്ളി ഇട്ടുണ്ടാക്കിയായിരുന്നേ. മുരിങ്ങയ്ക്ക് മാങ്ങയൊക്കെ ഫ്രഷാണ്. ചോറ് വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ മതി. വെറുതെ കാർബോഹൈഡ്രേറ്റ് വലിച്ച് കയറ്റിയിട്ട് എന്തിനാ? നല്ല പ്രോട്ടീൻ എല്ലാം ഉണ്ട് ഇതിൽ. നല്ല കറ് മൂടുന്നതിനുണ്ട് വേണം. ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെറുതാക്കി ഉണ്ടാക്കുന്നത്. എന്താ ടേസ്റ്റ്! ഒരു മിനിറ്റിന് 5-6 വട കഴിച്ചു. അപ്പോൾ ഓക്കെ കേട്ടോ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കിയിട്ട് പറയും. അത്രയും ടേസ്റ്റാണ്. അതിപ്പോൾ നിർത്താൻ പറ്റണില്ല എനിക്ക് ചോറിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. പക്ഷെ ചോറ് വേണ്ട, ഇതിലെല്ലാതും ഉണ്ട്. നമ്മൾ ചോറുണ്ടായിട്ട് ആവശ്യമില്ല, ഇത് കഴിച്ചാൽ മതി. എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ. ഇത് വെറുതെ നോക്കിയാലേ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഒന്ന് വൈറലാക്കി തായോ. അപ്പോൾ പോട്ടെ, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കില്ല, തന്നെ കഴിക്കണം. അപ്പോൾ ഓക്കെ, ബായ്.